നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ മെയ് 5 ഞായറാഴ്ച ഞങ്ങൾ വ്യാപാരി ടൂർ ക്ലബ്ബ് മെമ്പർമാർ മൂവാറ്റുപുഴ റോക്ക് ഗാർഡൻസിൽ ഒത്തുകൂടി. ഞങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെ ടൂറിൻ്റെ അനുഭവങ്ങളും അതിന് ശേഷമുള്ള കുറേ മാസങ്ങളിലെ ഓരോ കഥകളും പറഞ്ഞ് ഞങ്ങളെല്ലാവരും വലിയ ആനന്ദത്തിമുറപ്പിലായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു കാനന ഭംഗി നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തിയ ഒരു റിസോർട്ടാണ് റോക്ക് ഗാർഡൻസ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഫീലിങ്സാണ് നമുക്ക് തോന്നുന്നത്. അതായത് ചെറിയ ചെറിയ വള്ളിച്ചെടികളും ഒരു ഗുഹയുടെ അന്തരീക്ഷവും അതുപോലെ തന്നെ പാറക്കുളവും എല്ലാം ഒരു വശ്യ മനോഹരതയാണ് നമുക്ക് നൽകുന്നത്. ഞങ്ങൾ ഈ കൊടും ചൂടിൽ ആ വെള്ളത്തിലെല്ലാം ചാടി ആർത്തുല്ലസിച്ച് വാട്ടർ ബോളൊക്കെ കളിച്ച് അടിപൊളിയായി മണിക്കൂറുകൾ ആ പൂളിൽ ചെലവഴിച്ചു. എല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച ഒരു നിമിഷങ്ങളായിരുന്നു കാണുവാൻ കഴിഞ്ഞത്. പ്രായഭേദമന്യേ ചെറുപ്പക്കാരും മുതിർന്നവരുമായിട്ടുള്ള എല്ലാവരും ഒത്തുചേർന്ന് ആ അത്യുഷ്ണത്തിൽ ഇങ്ങനെയൊരു കുളി എന്ന് പറഞ്ഞാൽ അതിലും സന്തോഷകരമായിട്ട് മറ്റെന്താണുള്ളത്. അതിനൊപ്പം തന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. സ്റ്റിൽ ഫോട്ടോസ്, വീഡിയോസിന് എല്ലാം വേണ്ടി എല്ലാവരും നിന്നുകൊടുത്തു. രാമചന്ദ്രൻ ചേട്ടൻ എന്ന പ്രായമുള്ള ചേട്ടനടക്കം, സെബാസ്റ്റ്യൻ ചേട്ടന്, അഗസ്റ്റിൻ ചേട്ടനടക്കം എല്ലാവരും കുട്ടികളുടെയും മുതിർന്നവരെയും എല്ലാം കൂടെ ഒരു ചേർന്നുല്ലസിച്ച ഒരു നിമിഷമായിരുന്നു അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അങ്ങനെ മനസ്സ് കുളിർക്ക് എൻജോയ് ചെയ്ത് ഞങ്ങൾ ആ പൂളിൽ ചെലവഴിച്ച നിമിഷങ്ങൾ അത് എന്നും ഓർമ്മകളിൽ അലതല്ലുന്ന ഒന്നു തന്നെയാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. റോക്ക് ഗാർഡൻസ് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. അവിടെ ഒരു പ്രകൃതിയുടെ എല്ലാ ഭംഗിയും കാലത്തിൻ്റെ ചംക്രമണത്തിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുവാൻ കഴിയുന്നത്. അതിനുശേഷം ഞങ്ങൾ അവിടെ ക്രമീകരിച്ചിരിക്കുന്ന വള്ളിക്കുടിലും എല്ലാം നടന്ന് രാത്രിയുടെ ലൈറ്റിംഗ് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏറുമാടത്തിലെല്ലാം കയറി ഞങ്ങൾ തിരിച്ച് വന്നു. അങ്ങനെ അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും സൗന്ദര്യവും ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ കുറേ നേരം ആ മനോഹാരിതയെല്ലാം അനുഭവിച്ച് സ്പെൻഡ് ചെയ്തു. ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിലേക്കായിട്ട് ഇറങ്ങി വരികയാണ് ഉണ്ടായത്. നല്ല അടിപൊളിയായിട്ടുള്ള ശാപ്പാട് കരുതിയിരുന്നു. യൂത്ത് അസോസിയേഷൻ്റെ കുട്ടികൾ അത് വിളമ്പിത്തരുന്നതിന് വളരെ ശ്രദ്ധ ചെലുത്തി എന്നുള്ളതും നമുക്ക് കണ്ടറിയുന്ന കാര്യമാണ്. ഫ്രൈഡ് റൈസും ചിക്കനും ഏഷ്യാഡും അതുപോലെ തന്നെ പത്തിരിയും ബീഫ് ഫ്രൈയും എല്ലാം അടങ്ങുന്ന വിഭവങ്ങൾ ആവശ്യത്തിലധികമായി കരുതിയിരുന്നത് വയറ് നിറയെ കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം
ഓരോരുത്തരായിട്ടുള്ള കലാകാരന്മാരുടെ ഗന്ധർവന്മാരുടെ ഗാനസന്ധ്യ, അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ നമുക്ക് അഗസ്റ്റിൻ ചേട്ടൻ അടക്കം മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം രാമചന്ദ്രൻ ചേട്ടൻ്റെ പഴയ ചില പദ്യശകലങ്ങളും കേൾക്കുവാൻ ഇടയായി. അവസാനം ഞങ്ങളുടെ അസോസിയേഷൻ പ്രസിഡൻറ്റിൻ്റെ കൺക്ലൂഷനോടുകൂടി അന്നത്തെ ദിനം അവസാനിക്കുകയാണ് ഉണ്ടായത്.